പഴയകാല മലയാള സിനിമകളിൽ ജോസ് പ്രകാശ് അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് ഒരു ദൗർബല്യമുണ്ടായിരുന്നു. ഹാൻഡ്സപ്പ് എന്ന് കേട്ട് കഴിഞ്ഞാൽ കൈകൾ ഇങ്ങനെ വിരിച്ചു പിടിച്ച് അവിടെ നിൽക്കും. അതേപോലെ ഒരു ജോസ് പ്രകാശ് സമ്പ്രദായത്തിൽ സഖാവ് പിണറായി വിജയൻ ഇന്നലെ ഇതേപോലെ കൈകൾ വിരിച്ചു പിടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. എത്ര ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ആത്മനിന്ദയുടെ കണികയില്ലായിരുന്നു, സംശയത്തിന് സ്ഥാനമില്ലായിരുന്നു. ആ മുഖത്ത് സത്യം പറയുന്നവന്റേതായിട്ടുള്ള ഒരുതരം ആർജവം, ഒരു ധൈര്യം അതുണ്ടായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ പിണറായി വിജയൻ നടനൊന്നുമല്ല. എന്നിട്ട് കൂടി അദ്ദേഹത്തിന് അത്ര സ്വാഭാവികമായി സത്യം പറയുന്നവന്റെ ഭാവം പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഈ നല്ല കാലം അത്രയും പൊതുജന സേവന രംഗത്ത് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം, പാവപ്പെട്ട മനുഷ്യരെ സേവിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചത് കൊണ്ട് മാത്രം മലയാള ചലച്ചിത്ര ലോകത്തിന്, നാടക ലോകത്തിന് മികച്ച ഒരു നടനെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് പറയുന്ന ഒരു വിചാരമാണ് എനിക്കുള്ളത്. പിണറായി വിജയൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് തന്റെ കരങ്ങൾ ശുദ്ധമാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അങ്ങനല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. അദ്ദേഹത്തെ വിശ്വസിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, 1970 അദ്ദേഹം ആദ്യമായിട്ട് ജനപ്രതിനിധിയാവുന്നത്. അതിനു മുമ്പ് 1945 മറ്റോ ആണ് അദ്ദേഹം ജനിക്കുന്നത്. ചെത്തുതൊഴിലാളിയായിട്ടുള്ള കോരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയും കല്യാണി കോരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാമഭാഗത്തിന്റെയും 14 മക്കളിൽ ഒരുവനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. 14 മക്കൾ, അതിൽ ഇപ്പോ 2 പേരോ 3 പേരോ മറ്റോ ആണ് ജീവിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവർ ഇഹലോകത്തില്ല. ഞാൻ ഈ 14 മക്കൾ എന്ന് എടുത്തു പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ അധ്വാനശീലത്തെ ധ്വനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ നല്ല ബുദ്ധിയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അതായത് എന്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പറയാൻ ശ്രമിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. 80 വർഷത്തിലധികം അദ്ദേഹം ഈ ഭൂമുഖത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പ്രതിപക്ഷ നേതാവാണ് നിലവിൽ. 1970 ആദ്യമായിട്ട് അദ്ദേഹം കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് നമ്മുടെ കേരള നിയമസഭയിലെത്തുന്നത് 1970. അതായത് 1970 മത്സരിക്കാൻ തുടങ്ങിയ അദ്ദേഹം തുടർച്ചയായി 3 വട്ടം കൂത്തുപറമ്പിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു. അദ്ദേഹം കൂത്തുപറമ്പിന്റെ MLA ആയിരിക്കുന്ന സമയത്താണ് കൂത്തുപറമ്പ് വെടിവയ്പ് നടക്കുന്നത്. സ്വാശ്രയ കോളേജിനെതിരെയുള്ള സമരം. ആ സമരം വെടിവയ്പിൽ കലാശിച്ചു. കുറച്ചുപേർ മരിച്ചു. പുഷ്പൻ മരിക്കാതെ മരിച്ച് കുറേ കാലം കിടന്നു, നട്ടലിന് വെട്ടികൊണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് 1970 മുതൽ 2026 വരെ നീണ്ടു നിൽക്കുന്ന ജനസേവന പ്രവർത്തനങ്ങൾ. അതിനു മുമ്പ് പാർട്ടി പ്രവർത്തനമായിട്ട് തുടങ്ങിയെങ്കിൽ പോലും ജനപ്രതിനിധിയാവുന്നത് 1970. പിന്നീട് 96, അതായത് കൂത്തുപറമ്പ് വെടിവയ്പ് കഴിഞ്ഞിട്ട് കൂത്തുപറമ്പിൽ നിന്ന് മത്സരിക്കാൻ നിൽക്കാതെ അദ്ദേഹം പയ്യന്നൂരിലേക്ക് പോയി. 96 പയ്യന്നൂരിൽ നിന്ന് ജയിച്ച് MLA ആയി. അതിനുശേഷം 2001 പാർട്ടി സെക്രട്ടറിയായി. 2016 വരെയും സെക്രട്ടറിയായി തുടർന്ന് അദ്ദേഹം 2016 മത്സരിച്ചു, ജയിച്ചു, മുഖ്യമന്ത്രിയായി. ഇന്ന് 2026 അദ്ദേഹം പ്രതിപക്ഷ നേതാവുമാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി കരങ്ങൾ ശുദ്ധമാണോ എന്നുള്ള കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഉറപ്പ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം 14 മക്കളിൽ ഒരുവനായിട്ട് ജനിച്ച ഒരു മനുഷ്യനാണ്. 14 മക്കളുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്ന സ്വത്ത് 14 ഭാഗം വെച്ചാൽ പോലും ഒരു വലിയ കുടുംബ സ്വത്ത് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നിരിക്കില്ല. അദ്ദേഹത്തിന്റെ സ്കൂൾ പഠനകാലത്തോ അതല്ലെങ്കിൽ സ്കൂളിലെ പഠനം കഴിഞ്ഞു നിൽക്കുമ്പോഴോ അദ്ദേഹം 1 വർഷത്തോളം നെയ്ത്ത് തൊഴിലാളിയായി ജോലി നോക്കിയിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തൊഴിലെടുത്തിട്ടില്ല. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായി മാറി തൊഴിലാളികളെ മുതലാളിമാരാക്കാൻ വേണ്ടുന്ന പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. പറഞ്ഞു വന്നത്, 1 കൊല്ലമാണ് തൊഴിലെടുത്തത്. 14 മക്കളിൽ ഒരുവനായി ജനിച്ചവൻ. ഭൂസ്വത്ത് കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു 1970 അദ്ദേഹം ആദ്യമായി MLA ആവുന്നു. മൊത്തം 7 തവണ അദ്ദേഹം നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. അതിൽ 2 വട്ടം ജയിച്ചു വന്നപ്പോൾ 2016 മുതൽ അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ടുണ്ട്. 2010 ശേഷമാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി MLA മാർക്ക് ഒരു വലിയ ശമ്പളത്തിലേക്ക് വരുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് 1970 MLA ആയി എങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ വലിയ ശമ്പളം എന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. കണക്ക് നോക്കിയപ്പോൾ ഏതാണ്ട് 1.5 കോടി അല്ലെങ്കിൽ 1,70,00,000 രൂപ, അങ്ങേറ്റം പോയ 2 കോടി രൂപ മാത്രമാണ് അദ്ദേഹത്തിന് ഈ കാലത്തിനിടയിൽ സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുക ശമ്പള ഇനത്തിൽ. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അവരുടെ വരുമാനം കൊണ്ടാണ് ആ കുടുംബം ജീവിച്ചത്. ഇത്രയും കാലം ജീവിക്കാൻ നമുക്കൊരു നിശ്ചിത തുക എന്തായാലും ആവശ്യമുണ്ട്, എത്ര ചുരുങ്ങി ജീവിച്ചാലും. എന്റെ ചോദ്യം ഇതാണ്, അദ്ദേഹത്തിന്റെ കരങ്ങൾ ശുദ്ധമാണ് എങ്കിലും ഇക്കാലം അത്രയും യാതൊരു തൊഴിലും എടുക്കാതെ ഈ പാർട്ടി പ്രവർത്തനത്തിലൂടെയും ജനസേവന വ്യവസായത്തിലൂടെ ലഭിക്കുന്ന അല്ലെങ്കിൽ ജനപ്രതിനിധിയായി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ശമ്പളവും ഒക്കെ വെച്ചുകൊണ്ടുള്ള ജീവിതം കഴിക്കുന്ന ഒരാളുടെ രീതിയിലുള്ള അവസ്ഥയിലാണോ ഇന്ന് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി എത്തി നിൽക്കുന്നത്? എല്ലാവർക്കും അറിയാലോ,
സ്വാശ്രയ കോളേജിനെതിരെയുള്ള സമരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കുറെ പേരുടെ ജീവൻ പോയത്. അദ്ദേഹം ഈ കൂത്തുപറമ്പിൽ MLA ആയിട്ടിരിക്കുന്ന സമയത്ത് വെടിവെച്ചു. പുഷ്പൻ കുറെ വൈകിയാണ് മരിച്ചത്. അതല്ലാത്തവർ അപ്പോൾ തന്നെ തീർന്നു. സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത പാർട്ടിയുടെ സെക്രട്ടറിയായി 15 കൊല്ലത്തോളം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ, പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മക്കൾ സ്വാശ്രയ കോളേജിൽ പഠിച്ചു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആദർശം പോലും അദ്ദേഹത്തിന്റെ കൈവശം അത്ര ഭദ്രമല്ല. വാക്കൊന്ന്, പ്രവൃത്തി മറ്റൊന്ന്. ഇങ്ങനെ പെരുമാറുന്ന ഒരു വ്യക്തിയിൽ കൈകൾ ശുദ്ധമായിരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും സംശയത്തിന് ഇട നൽകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പവൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ 2 കോടി രൂപ ഇത്രയും കാലത്തിനിടയിൽ സമ്പാദിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി, പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ശമ്പളം, പിന്നീടുള്ള പെൻഷൻ, എത്ര അച്ചടക്കത്തോടുകൂടി ജീവിച്ചു കഴിഞ്ഞാലും ഇപ്പോഴുള്ള പൊലിമ ജീവിതത്തിന് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. മക്കൾ പഠിച്ചത് സ്വാശ്രയ കോളേജിൽ എന്നു മാത്രവുമല്ല, നല്ല പണം കൊടുത്താണ്. മകനായാലും മകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിൽ പോലും മക്കളിൽ മകൻ എന്തായാലും 100% ഉറപ്പാണ് സ്വാശ്രയ കോളേജിലാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എല്ലാ നിലയിലും നല്ല ചെലവുള്ള ജീവിതമാണ് നയിച്ചത്. എന്നിട്ടും ആ കരങ്ങൾ അങ്ങനെ ശുദ്ധമായി വെച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഒരു സവിശേഷതയുണ്ട്. പാഞ്ചാലിക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വിളമ്പിയാലും തീരാത്തത്ര അന്നം ചൊരിയുന്ന പാത്രം, അക്ഷയപാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ കരങ്ങൾക്ക് സവിശേഷമായ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നിരിക്കണം. അതല്ലെങ്കിൽ ഇത്രത്തോളം ശുദ്ധമായ കരങ്ങളിൽ നിന്ന് ഇത്രത്തോളം ഐശ്വര്യം സ്വന്തം കുടുംബത്തിന്, മക്കൾക്ക് പ്രദാനം ചെയ്യാൻ എളുപ്പമായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ശുദ്ധിയോടെ വെച്ചുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വിശ്വസിക്കണം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവരോട് പോകാൻ ചോദിക്കുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. 5 പൈസയ്ക്കുള്ള വരുമാനം വരുന്ന പണി അദ്ദേഹം എടുത്തിട്ടില്ല. ഈ പറയുന്ന സ്കൂൾ കാലത്തിലുള്ള 1 വർഷം നെയ്ത്ത് തൊഴിലാളിയായിട്ട് ജോലി ചെയ്താൽ എന്ത് കിട്ടാനാണ്? അതല്ലാതെ തൊഴിലാളി ജീവിതം നയിക്കാതെ അദ്ദേഹം തൊഴിലാളി പ്രസ്ഥാനത്തെ നയിച്ചു. നല്ല മുതലാളിമാരെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളുടെ തലയിൽ വയ്ക്കാം, കഴിവുള്ള മകനുണ്ടായിപ്പോയി. അദ്ദേഹം ഇങ്ങനെ സമ്പാദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എങ്കിൽ പോലും ആ മകൻ വരുമാനമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വളരാനും വളർത്താനും ഇദ്ദേഹത്തിന് സമയമുണ്ടായി അല്ലേ? വലിയ ഭാരിച്ച ചുമതലകളാണ് വഹിച്ചുകൊണ്ടിരുന്നത് പാർട്ടിയിൽ. അതിൻ്റെ ഇടയിലും അദ്ദേഹം നല്ല നിലയിൽ കുടുംബം നോക്കി, ഒരു മുട്ടുമില്ലാത്ത കുട്ടികളെ വളർത്തി, മാതൃകാപരമായിട്ടുള്ള പൊതുപ്രവർത്തന ഒരു ശൈലി അദ്ദേഹം പ്രദാനം ചെയ്തു. കരങ്ങൾ ശുദ്ധമായി തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്നു അല്ലേ? എനിക്കൊന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല. കാരണം ഞാൻ തെറി കേൾക്കുക മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പോലും പരിഭ്രമത്തോടെയാണ് സംസാരിച്ചത്. കാരണം എന്നെ ഭയപ്പെടുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പൊതുസമൂഹത്തിൻ്റെ വിഡ്ഢിത്തത്തിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ് വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ട് ഞാൻ. പ്രബുദ്ധ സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് പിണറായി വിജയന് പറയാൻ പറ്റുകയാണ് എൻ്റെ കരങ്ങൾ ശുദ്ധമാണ് എന്ന്. അത് കേട്ട് കൈയടിക്കാൻ ഇവിടെ ആളുണ്ടാവുന്നു. കൂപ്പുകൈകളോടുകൂടി ആ മനുഷ്യനെ സമീപിക്കാൻ ഇവിടെ ആളുണ്ടാവുന്നു. എന്തു പറഞ്ഞിട്ടെന്ത്?